ജെമിനായി നിങ്ങളുടെ ലൈഫില് എന്തോ ഏതോ ഒരു പേഴ്സൺ നിങ്ങൾ അറിയണ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും, മൂവ് ഓൺ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ മാസം ഏതോ ഒരു പാസ്റ്റിന്റെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗിൽ നോക്കാം. എന്താണ് ഇവിടെ മെസ്സേജ് വരണേന്ന് ഇപ്പൊ നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗ് തുടങ്ങിയിട്ട് അതിൽ നോക്കാം എന്താ സിറ്റുവേഷനും എന്താ മെസ്സേജിന്. അപ്പോൾ ജെമിനായി, ഇത് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ്. ഇത് ജെമിനായി സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡന്റ് നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയുമാണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം, വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഞാൻ അതിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എന്താ വെച്ചാൽ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ ജെമിനായി, ഞാൻ ഇവിടെ കാണുന്നത് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ, നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക് കറൻറ്റ് സിറ്റുവേഷൻ വന്നിരിക്കണേ ഒരു സക്സസ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു സക്സസ് ആണ് ഞാൻ കാണുന്നത്. കാര്യങ്ങൾ മുമ്പോട്ട് പോകണ എനർജി ഉണ്ട്. അപ്പോൾ എന്താണ് ഈ 6 ഓഫ് വാൻഡ്സ്? അപ്പോൾ ഇവിടെ ആരോ ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്. ഒരു ഫയർ സൈനിനെയാണ് ഞാൻ കാണുന്നത്. കുറേ പാഷൻ ഉണ്ട് ഇവിടെ. ആൻഡ് ഇതൊരു റെന്യൂവൽഡ് എനർജിയാണ്. അപ്പോൾ എവിടെയോ ഒരു റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടായിട്ട് ഇപ്പോൾ ഇത് തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ വരണു. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് ഇത്. അപ്പോൾ ഇതൊരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ആവാം. ഇല്ലേച്ച് നിങ്ങളെ അറിയണ ഏതോ ഒരു പേഴ്സൻ്റെ കൂടെ ആദ്യം റീകണക്ഷൻ ആവണ എനർജി ആവാം. നിങ്ങളുടെ എനർജിയിൽ ഞാൻ കാണുന്നത് എവിടെയോ നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു ഈ പേഴ്സണിന് വേണ്ടിയിട്ട്, ഇവരുടെ മെസ്സേജിന് വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയണ്ടായിരുന്നു ഇത് തിരിച്ചു വരും എന്ന്, ഈ പേഴ്സൺ തിരിച്ചു വരും എന്ന് നിങ്ങൾക്ക് അറിയണ്ടായിരുന്നു. പക്ഷേ എവിടെയോ നിങ്ങൾ ഒരു ആക്ഷൻ ഒന്നും എടുത്തില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു ഹെൽപ്ലെസ്നെസ്, ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, അറിയില്ല ഇത് ചെയ്യാൻ പാടുമോ. ഇവിടെ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു മനസ്സിൽ. അത് ഇത് ചെയ്താൽ ശരിയാവോ, പിന്നെ ഇവിടെ വേറൊരു പേഴ്സൺ ഉണ്ടോ, അങ്ങനെ ഉണ്ടാവണം എന്നില്ല. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് തോന്നി അത് ഈ സിറ്റുവേഷനിൽ ഞാൻ ഇത് ചെയ്താൽ, ഈ പേഴ്സണെ കോൺടാക്ട് ചെയ്താൽ അത് ശരിയാവില്ല, ഇവിടെ മേ ബി വേറെ ആരോ ഉണ്ട്, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ കാണുന്നത് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ ഒരു ഗ്രോത്തിൻ്റെ എനർജിയാണ്. ഇവിടെ ഈ പേഴ്സൺ മേ ബി അവരുടെ കുട്ടികളുണ്ടാവാം, മാരിഡ് ആയിരിക്കാം, അതല്ല വെച്ചാൽ ഇവരൊരു സിംഗിൾ പേരൻറ്റും ആവാം. ബട്ട് ഇവരുടെ ലൈഫിൽ കുറേ ചില ബേർഡൻസ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം ഇവിടെ ഒരു മാരേജ് കാർഡും ഉണ്ട്. അപ്പോൾ ഇവർ മേ ബി മാരിഡ് ആയിരിക്കാം. അതല്ല വെച്ചാൽ അവരുടെ ലൈഫിൽ എന്തോ ഒരു ഡിവോഴ്സോ, അവർ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നുണ്ട്, അങ്ങനത്തെ എന്തോ ഒരു എനർജി കാണാണ്ട്. അപ്പോൾ എന്താണ് പാസ്റ്റിലുണ്ടായേ? പാസ്റ്റിൽ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളും ഈ സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പിനെ മാനിഫെസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ എന്തോ വർക്കൗട്ട് ആയില്ല, എന്തോ ശരിയായില്ല. അപ്പോൾ അതിൻ്റെ ഒരു റിഗ്രറ്റ്, ഒരു ഗിൽട്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളും മുമ്പേയും കണക്ട് ചെയ്തായിരുന്നു. ബട്ട് അപ്പോൾ എന്തോ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി, ആ റിലേഷൻഷിപ്പ് നടന്നില്ല. എന്താ വെച്ചാൽ മേ ബി ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഏതോ ഒരു പേഴ്സൺ മാരീഡ് ആണ്, നിങ്ങൾ അതല്ല വെച്ചാൽ ഇവിടെ മാരേജിൻ്റെ എനർജി കാണാണ്ട്. അതുകൊണ്ട് മേ ബി ആ സമയത്ത് നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവും സെപ്പറേറ്റ് ആവാൻ. പക്ഷേ ഇപ്പോൾ അത് റെന്യൂ ആവാൻ പോകുന്നുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് തിരിച്ചു വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്, അവർ ഈ റെന്യൂവലിന് വേണ്ടിയിട്ട് റെഡിയാണ്. ഒരു പുതിയ തുടക്കം അവർക്ക് വേണം. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ പെർസ്പെക്റ്റീവാണ് കിട്ടിയിരിക്കണേ. അതുകൊണ്ട് അവർ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ആദ്യം റെന്യൂ ചെയ്യാൻ റെഡിയാണ്. അവർക്കിപ്പോൾ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് ഇവിടെ നിങ്ങൾ ഈ പേഴ്സൻ്റെ സോഷ്യൽ മീഡിയനെ ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഇവരെങ്ങനെയാണ് അറിയാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാരോട് ചോദിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ഫീലിങ്സ് ഉണ്ട്, ലവ് ഉണ്ട്, ഇവിടെ കുറേ ഇമോഷൻസ് ഉണ്ട്. നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ടും എവിടെയോ നിങ്ങൾ പ്രതീക്ഷിച്ചത് എന്താ വെച്ചാൽ ഈ സിറ്റുവേഷൻ തിരിച്ചു വരും എന്നായിരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ
ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ, 2 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ അവർ ആക്ച്വലി അവർക്ക് ചില സമയത്ത് തോന്നും ഇത് വർക്കാവും, പിന്നെ തോന്നും വർക്കാവില്ല. അപ്പോൾ കുറച്ചൊരു ഹെസിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, അവരുടെ ലൈഫിൽ വേറെ ചില കാര്യങ്ങളും നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു സ്റ്റെബിലിറ്റി ഇല്ല. പക്ഷേ അവർക്ക് ഇവിടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. നിങ്ങളുടെ കൂടെ അവർക്കൊരു നല്ലൊരു പാഷനറ്റ് ഒരു ഫീലിംഗ്, ഇമോഷനാണ് അവർ ഫീൽ ചെയ്യണത്. പക്ഷെ അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കുറച്ചൊരു കോൺഫ്ലിക്റ്റഡ് അതുകൊണ്ടുമായിരിക്കാം. എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ? നിങ്ങളുടെ ഇൻറ്റൻഷൻ ആക്ച്വലി നിങ്ങൾ കാര്യങ്ങൾ അങ്ങനെ തുറന്ന് പറയാൻ റെഡി അല്ല എന്നാണ് ഞാൻ കാണുന്നത്. അതല്ല വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് ഇവരോട് പറയണം എന്നുണ്ട്, ഒരു ആങ്സൈറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകാൻ നോക്കുകയാണ്, ട്രാവൽ ചെയ്യാൻ നോക്കുകയാണ്, ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സൻ്റെ ആക്ഷൻ? അവർ കുറച്ചൊരു ഹെസിറ്റേറ്റ് ചെയ്യാണ്. എന്താ വെച്ചാൽ അറിയില്ല ഇതെങ്ങനെയായിരിക്കും, ഞാൻ കോണ്ടാക്റ്റ് ചെയ്യണത് ശരിയാവോ. പക്ഷേ അവരുടെ സൈഡിൽ നിന്ന് എന്തോ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ സൈഡിൽ നിന്നും ഞാൻ കാണുന്നത് ഹീലിംഗ് എനർജിയാണ് ആക്ഷനിൽ. അപ്പോൾ നിങ്ങൾക്കും ഈ സിറ്റുവേഷനിൽ ഒരു പുതിയ തുടക്കം വേണമെന്നുണ്ട്. ഞാൻ കാണുന്നത് 2 ഭാഗത്തിനും മെസ്സേജസ് ഉണ്ടാവും. അപ്പോൾ എന്താണ് ഔട്ട്കം? ഈ റിലേഷൻഷിപ്പിൽ ഔട്ട്കം നൈറ്റ് ഓഫ് വാൻഡ്സ്. ഔട്ട്കം അത്ര സ്റ്റേബിൾ അല്ല. എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോഴും ആ തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ കാണുന്നത് എന്തോ ഒരു ഈ സിറ്റുവേഷനിൽ ചില പ്രാക്ടിക്കൽ കാര്യങ്ങൾ നിങ്ങൾ രണ്ടാളും ഇഗ്നോർ ചെയ്യാണ്. ഓക്കെ, ഇമോഷണലി നിങ്ങൾക്ക് ഒരു നല്ല കണക്ഷൻ ഉണ്ട്, ബട്ട് ഈ സിറ്റുവേഷൻ ഒരു സീക്രട്ടാണ്, ഒരു സീക്രട്ട് അഫെയർ ആണ് ഇത്. ഇത് ഒരു പബ്ലിക് ഓപ്പൺ റിലേഷൻഷിപ്പ് ആവാൻ കുറച്ച് സമയമെടുക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സൻ്റെ സൈൻ എന്തായിരിക്കും? ഞാനിവിടെ കാണുന്നത് കുറേ ഫയർ സൈൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആൻഡ് വെർഗോ ഉണ്ട്, ലീബ്ര ഉണ്ട്, ടോറസ് ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ലിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ സൈൻസ് ഉണ്ട്, അക്വേറിയസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സൈൻ? ഈ പേഴ്സൻ്റെ സൈൻ ഇവിടെ വെർഗോ ആവാം. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ വെർഗോ. പിന്നെ ഇവിടെ വന്നിരിക്കണ കാപ്രിക്കോൺ ആണ്. പിന്നെ ഇവിടെ വന്നിരിക്കണ ജെമിനൈ. പിന്നെ ലാസ്റ്റ് സൈൻ ഇവിടെ ഞാൻ കാണുന്നത് സ്കോർപ്പിയോ. അപ്പം നമ്മൾക്ക് ഒറക്കിൾ മെസ്സേജ് എടുക്കാം. ഈ പേഴ്സൻ്റെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്താണ് ഒറക്കിൾ മെസ്സേജ് പറയണത്? ഇവിടെ ഒറക്കിൾ മെസ്സേജ് യു ഡിസേർവ് ലവ് എന്നാണ് വന്നിരിക്കണേ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ജെമിനായി. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ പേഴ്സണൽ റീഡിങ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളാം. അപ്പോൾ നിങ്ങൾ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അതിൻ്റെ കൂടെ അയക്കും. എന്താ വെച്ചാൽ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.